ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, നല്ലൊരു ചെറിയൊരു ഫോട്ടോസ് വെച്ചിട്ട് നമ്മൾക്ക് ഏത് രീതിയിൽ നല്ല സിനിമാറ്റിക് മോഡൽ നല്ല വീഡിയോസ് ആക്കി മാറ്റാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കതിൽ വീഡിയോസ് മാത്രമല്ല, നമുക്ക് ഇമേജ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നല്ല ഒരു അടിപൊളി നല്ല AI വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ആദ്യം വേണ്ടത് മെറ്റ AI എന്നുള്ള ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അത് എങ്ങനെയും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം തന്നെ നോക്കാം. ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെറ്റ AI എന്നുള്ള ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരുപാട് വീഡിയോസുകൾ ഇവിടെ തന്നെ കാണും, ഒരുപാട് വീഡിയോസുകൾ കാണും. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് റിമിക്സ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോംപ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇമേജ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് വീഡിയോ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇതിലുണ്ട്. നിങ്ങളതായ രീതിയിൽ നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന മെറ്റ ലോഗോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളതായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഗാലറിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ നേരത്തെ ഇവിടെ എടുത്ത് വെച്ച ഫോട്ടോസ് ഉണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പ്രോംപ്റ്റ് ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോംപ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഒരു പ്രോംപ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന ആൾ എഴുന്നേറ്റ് വന്ന് നടക്കുകയും അതുകൂടാണ്ട് സ്മൈൽ ചെയ്തുകൊണ്ട് നടക്കുകയും വേണമെന്നുള്ള ഒരു ചെറിയൊരു പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇതിലെന്ത് ചെയ്യുന്നു, ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം 30 സെക്കൻഡിനുള്ളിൽ ചെയ്യുന്നറിയോ നമുക്ക് നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്കത് നോക്കാം. കണ്ടോ, ഇപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്തു. ഒരു വെറും ജസ്റ്റ് ഫോട്ടോസാണ് ഞാൻ കൊടുത്തത്, അടിപൊളി വീഡിയോ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് ഈ നടക്കുന്നത് ഒരു 5 സെക്കൻഡിലുള്ള ഒരു വീഡിയോ ആണ്. ഇത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് വരെ നീട്ടാം. അതിന് ഇവിടെ എക്സ്റ്റെൻഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി അത് ക്രിയേറ്റ് ചെയ്ത് വരും. ക്രിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതൊരു 10 സെക്കൻഡ് വരെ നീണ്ടുനിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ട് കിട്ടും. കണ്ടോ, ഇപ്പം വന്ന വീഡിയോ ഉണ്ടോ, ഒരു 10 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോസ് നമുക്ക് കിട്ടി. ഇപ്പോൾ ഇനി ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് പ്രോംപ്റ്റ് മാറ്റിയിട്ട് എഡിറ്റ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് മ്യൂസിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ സൈഡിൽ തന്നെ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇതിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല മ്യൂസിക് കൊടുക്കാം. അതിനുശേഷം ഇനി നിങ്ങൾക്ക് ഇപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമല്ല, ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റം ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ റീസ്റ്റൈൽ ഉണ്ടോ, ഇതിൽ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാം, ഫാഷൻ ചെയ്യാം, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം, നമുക്ക് ലൈറ്റിംഗ് സ്റ്റൈൽ എല്ലാം ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ഫാഷൻ എടുത്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഇതിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ആക്കുന്നവർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തു. ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് എന്തുമായി, പുതിയ വീഡിയോ അവിടെ ജനറേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കണ്ടോ, പുതിയ വീഡിയോ അവിടെ വന്നു, അവൻ്റെ ഡ്രസ്സ് ചേഞ്ചായി, മൊത്തത്തിലെല്ലാം ചേഞ്ചായി. ഇപ്പോൾ നമുക്ക് ഇതുപോലെ അതിൽ കാണുന്ന ഈ റീസ്റ്റൈലിൽ പോയിട്ട് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നിങ്ങൾക്ക് ഇനിയും അതിൽ പോയിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലൊക്കേഷൻ എടുക്കാം. ലൊക്കേഷൻ എടുത്ത് ഒരുപാട് ലൊക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് പ്രൈവറ്റ് ജെറ്റ് ലൊക്കേഷൻ എടുത്തു, അത് ജനറേറ്റ് ചെയ്യാൻ കൊടുത്തു. അതിൽ നിങ്ങളൊരു 10 സെക്കൻഡ്, ഒരു 15 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതും സൂപ്പറായിട്ട് അത് ജനറേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ നോക്കി എങ്ങനെയുണ്ട്, ഫുൾ ചേഞ്ച് ആയിട്ട് വന്നു. നമ്മളുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു, നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, എല്ലാം ചെയ്തു. ജസ്റ്റ് ഒരു ഫോട്ടോസ് വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ആ ആപ്പിൽ തന്നെയുള്ള ഒരുപാട് വീഡിയോസുകളുണ്ട്. ഇനി അതിൽ നിന്ന് ഏതെങ്കിലും തിരഞ്ഞെടുത്ത് അതിൽ നമ്മളുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റൊക്കെ അവിടെ തന്നെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ആ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതേ രീതിയിൽ നമ്മുടെ ഫോട്ടോസുകളൊക്കെ നല്ല വീഡിയോസുകളായി മാറും. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസുകളല്ലേ വരുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോസ് തിരഞ്ഞെടുക്കാം. ഞാൻ ഇതിൽ നിന്ന് ഈ വീഡിയോസ് തിരഞ്ഞെടുത്തു. ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫോട്ടോസ് ഇട്ടിട്ട് തന്നെ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്തു, ഇവിടുന്ന് കോപ്പി ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ബാക്കിൽ തന്നെ വന്നിട്ട് നമ്മൾ ഈ മറ്റേ അതിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. അതിനുശേഷം നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറിയിലേക്ക് പോവുക. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഒരു ഫോട്ടോസ് തന്നെ ഉണ്ട്, അത് ഞാൻ എടുക്കുന്നു. ഈ ഫോട്ടോസ് എന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബിലെ തമ്പനെയിൽ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ ഞാൻ ആ ഫോട്ടോസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ആ പ്രോംപ്റ്റ് എന്തൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തതിൽ അതിൽ ഡാൻസ് ചെയ്യുന്നത് വുമനാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഈ വുമൻ എന്നുള്ളതിടത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, കാലി മെൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്തു, ഇത് ക്ലിക്ക് ചെയ്തു. ഒരു 10-15 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു 4 ഫോട്ടോസുകളായിട്ട് അവർ തരും. അപ്പോൾ ഈ ഫോട്ടോസുകളിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം ഇത് ഏത് ഫോട്ടോസാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു 4 ഫോട്ടോസ് തരും. അപ്പോൾ അതിൽ നിന്ന് ചൂസ് ചെയ്താൽ ഇപ്പോൾ 4 ഫോട്ടോസുകൾ നമുക്ക് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ഫോട്ടോസ് തിരഞ്ഞെടുത്തു. അതിനുശേഷം ഇതൊരു ഫോട്ടോസ് മാത്രമാണല്ലോ, നമുക്കിത് വീഡിയോസ് ആക്കി മാറ്റണമല്ലോ. അതിനുശേഷം താഴെ കാണുന്ന ആനിമേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ കൊടുത്ത സെയിം പ്രോംപ്റ്റില്ലേ അത് ഇവിടെ തന്നെ കോപ്പി ചെയ്ത് വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മളിത്
അമർത്തുക. അപ്പോൾ കണ്ടോ വീഡിയോ വന്നു. അപ്പം ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസുകൾ കാര്യങ്ങൾ വെച്ച് നല്ല അടിപൊളി വീഡിയോസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? ഇനി ഈ വീഡിയോ നമുക്ക് സേവ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം ഇതുപോലെ വീഡിയോസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇമേജ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഇത് സേവ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് സേവ് അടിച്ചു കൊടുത്താൽ നിങ്ങൾ ഗാലറിയിലേക്ക് അത് സേവ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നല്ല ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.